തനി നാടൻ സ്റ്റൈലുള്ള ഒരു കുമ്പളങ്ങ പുളിങ്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെ സാധനങ്ങൾ ഇതിന് ആവശ്യമുണ്ടെന്ന് നോക്കാം. ചെറിയൊരു കുമ്പളങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. അത് കുരുവും തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറുതാക്കണം, നല്ല ഈ വലിപ്പത്തിൽ നമ്മൾ പുളിശ്ശേരിക്കൊക്കെ അരിയുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് കഴുകി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി, രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ളത് കൊണ്ടും പിന്നെ ഞങ്ങൾ കുറച്ച് എരിവ് അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ അതിലേക്ക് ചേർക്കുന്നുള്ളൂ. അത് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇത് കഷ്ണം വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുമ്പളങ്ങ ആയതുകൊണ്ട് അതിനകത്ത് തന്നെ ജലാംശമുള്ളതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നിഴക്ക് നിന്നാൽ മതി, കഷ്ണവും വെള്ളവുമായിട്ട് സമമായിട്ട് നിന്നാൽ മതിയാവും. ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. 1 മുറി തേങ്ങ, 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിനകത്ത് നമ്മൾ സാധാരണ ഉള്ളിയോ ഇതൊന്നും ചേർക്കാറില്ല. ജീരകം മാത്രം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കഷ്ണമെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ മോരൊന്നും ചേർക്കുന്നില്ല. ആവശ്യമുള്ള പുളി ചേർത്തിട്ടുണ്ട്. ഇനി പുളിയും കഷ്ണവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. പുളി ചേർത്തതിന് ശേഷം നല്ല തിളച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കട്ടിക്കാളിനൊന്നും അല്ലല്ലോ. ഒരു ഒഴിച്ചുകൂട്ടാനുള്ള രീതിയിൽ നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള വെള്ളം ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്നുകൂടെ തിളയ്ക്കാനായിട്ട് വയ്ക്കണം. ഒരു 2 കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് വന്നാൽ മതിയാവും. ഒരുപാട് തിളയ്ക്കേണ്ട, വാങ്ങി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കടുക് വറുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർക്കാം. ഒരു 3-4 ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കേണ്ട, കയ്പുണ്ടാകും. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഉലുവയൊക്കെ മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മുളക് ചേർത്ത് കൊടുക്കണം. മുളകും ചേർത്തു. പിന്നെ ഒരു 2 കരിവേപ്പില കൂടെ ചേർക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ കുമ്പളങ്ങ പുളിങ്കറി പോലെ തയ്യാറാക്കാം. ഈസിയല്ലേ ഇത്? അപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ ഹൈപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.